സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ നല്ല രീതിയിൽ അറിയാവുന്ന ഒരു വ്ളോഗറും അതുപോലെ തന്നെ ഇച്ചിക്കിങ് ഒക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് അരുണിമ എന്ന് പറയുന്നത്. ആ ഒരു ചാനൽ തന്നെ യൂട്യൂബിലുണ്ട്. ബാക്ക് പാക്കർ അരുണിമ എന്ന് പറഞ്ഞ ആ അരുണിമയുടെ ഒരു ഇഷ്യൂ ഈ ഒരു കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു അരുണിമ അമേരിക്കയിൽ ചെന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ചെന്ന സമയത്ത് അരുണിമയ്ക്ക് അറിയാവുന്ന ഒരു ഫ്രണ്ടുണ്ട്. ആ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് 2-3 ദിവസം താമസിച്ചായിരുന്നത്. ആ ഒരു താമസിച്ചുകൊണ്ടിരുന്ന 2-3 ദിവസം അവിടുത്തെ ആ ഒരു വ്യക്തി, ഫ്രണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഫ്രണ്ട് ഒരു 60 വയസ്സൊക്കെ കാണും. ആ ഫ്രണ്ടുണ്ടെങ്കിൽ ഇവിടെ താമസിച്ചോ മോളെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ട് ചെന്നത്. എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് താമസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അവരെ കൊച്ചുമക്കളൊക്കെ റൂമിലോട്ട് രാത്രി സമയത്ത് വന്നിട്ട് അരുണിമയെടുത്ത് പറയുകയുണ്ടായി, ഇതേ കണക്ക് ഇവിടെ ഇനി നിൽക്കാൻ പറ്റത്തില്ല, ഇതേ കണക്ക് ഈ അപ്പൂപ്പൻ, അതായത് അമ്മയുടെ അച്ഛനൊക്കെ ഇവിടെ നിൽക്കുന്ന വാടക കൊടുത്തിട്ടാണ്, അതേ കണക്ക് നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് രാത്രി ഇറക്കി വിട്ടു. അതിനുശേഷം ഉണ്ടെങ്കിൽ അരുണിമ ഒരു വീഡിയോ ഒക്കെ എടുത്ത് പറയുന്നുണ്ടായിരുന്നു. ആ രാത്രി തന്നെ വീഡിയോ എടുത്തത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് എന്നെ രാത്രിയിൽ ഇറക്കി വിട്ടു, ഭയങ്കര സങ്കടമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ഇറങ്ങിയ സമയത്ത് ഞാൻ ഉൾപ്പെടെ പലരും ഈ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അരുണിമ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചെയ്തത്, അതായത് ആ ഒരു അമേരിക്കയിലുള്ള ഒരു മലയാളി കുടുംബം ഇതേ കണക്ക് ചെയ്ത് ഒരിക്കലും ശരിയായിട്ടില്ല. ഒരു പെൺകുട്ടിയെ രാത്രി ഇറക്കി വിടുക എന്ന് പറയുമ്പോഴത്തേന് അത്ര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം സേഫ്റ്റിയൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല രാത്രി ആകുമ്പോഴത്തേന്. അത് ചെയ്തത് ഒട്ടും ശരിയായിട്ടില്ല എന്ന് എല്ലാവരും ആ ഒരു വീഡിയോ റിയാക്ട് ചെയ്തവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനിപ്പം റിപ്ലൈ ആയിട്ട് ആ ഒരു കുടുംബത്തിലെ ആ ഒരു വ്യക്തി ജോർജ് എന്ന് പറഞ്ഞ ഒരു 60 വയസ്സോളം ഉള്ള വ്യക്തിയാണ് ഈ അരുണിമയെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തത്, അവിടെ താമസിപ്പിച്ചതുമെല്ലാം. ഈ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ റിപ്ലൈ ആയിട്ട് വന്നേക്കുവാണ്. എന്താണ് അന്ന് ശരിക്കും സംഭവിച്ചതെന്നുള്ളൊരു കാര്യം. അരുണിമയുണ്ടെങ്കിൽ ആ ഒരു വീട്ടിൽ വന്ന് അവരുടെ കൂടെയൊക്കെ താമസിച്ചിട്ടുണ്ടായിരുന്നു 2-3 ദിവസം. ആ സമയത്ത് മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ഒരു കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അരുണിമയുണ്ടെങ്കിൽ തൻ്റെ വേറെ മലയാളി ഫ്രണ്ട്സിനെ കാണാൻ പോകുന്നു, അവരുടെ കൂടെ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോഴത്തേന് ഈ ഒരു ജോർജ് എന്ത് ചെയ്ത് കാറിൽ അവരെ മെട്രോയിൽ കൊണ്ടുചെന്ന് അവിടെ ചെന്ന് ഇറക്കുകയാണ് ചെയ്തത്. അതിനുശേഷം പുള്ളിക്കാരൻ തിരിച്ച് വീട്ടിൽ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ ദിവസം ഉണ്ടെങ്കിൽ ആ ഒരു ഫ്രണ്ട്സ് വരികയും അവരെ കൂടെ പോവുകയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. എന്തോ കാരണം അവർ വന്നില്ല. ആ ഒരു വീഡിയോ, അന്നിട്ട വീഡിയോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റുന്ന ആ ഒരു പെൺകുട്ടി അരുണിമ എന്ത് ചെയ്യുന്നു, റെയിൽവേ സ്റ്റേഷൻ ആ മെട്രോ സ്റ്റേഷനിൽ നിൽക്കുന്നു, അവിടെ ഫുഡൊക്കെ കഴിക്കുന്നു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇപ്പോൾ ഫ്രണ്ട്സ് വരും, അവരിവിടെ പോകുമെന്ന് പറയുന്നു. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ആ ഒരു അരുണിമ തന്നെ ആ വീഡിയോയിൽ പറയുന്നു, അവരിന്ന് വരത്തില്ല, ഞാൻ തിരിച്ച് നേരെ ഞാൻ വന്ന റൂമിലേക്ക് അങ്ങോട്ട് തന്നെ തിരിച്ച് പോവാണ് എന്ന് പറയുകയുണ്ടായിരുന്നു. അപ്പോൾ ജോർജ് പറഞ്ഞൊരു കാര്യം, ഇതേ കണക്ക് എന്ത് ചെയ്യുമായിരുന്നു, അവിടെ കൊണ്ടാക്കിയതിന് ശേഷം തിരിച്ച് വീട്ടിൽ വന്നു. അതിന് ശേഷമാണ് അരുണിമ തിരിച്ച് വരുന്നത്, അവിടെ പിന്നെയും സ്റ്റേ ചെയ്യുന്നത്. ആ സമയത്ത് എന്ത് ചെയ്യുന്നു, ഈ ഒരു കൊച്ചുമോൾ എന്ത് ചെയ്യുന്നു ചെന്ന് പറയുന്നത്, ഇതേ കണക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല, ഒരു തിങ്കളാഴ്ച 2 ദിവസം കഴിയുമ്പോൾ തിങ്കളാഴ്ച രാവിലെ ആകുമ്പോഴത്തേന് പോകണമെന്ന് ആ ഒരു പെൺകുട്ടി പറയുന്നു. അതിപ്പോൾ നോർമലായിട്ട് നമുക്കും ചിന്തിക്കുമ്പോൾ നമ്മുടെ വീട്ടിലൊരു സ്ട്രേഞ്ചർ, ഇപ്പം ഈ വ്ളോഗൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്ട്രേഞ്ചർ ആയിരിക്കും, ഒരു 2-3 ദിവസമൊക്കെ അനുവദിക്കാം. പക്ഷെ അതിൽ കൂടുതൽ താമസിക്കുമെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒട്ടും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല താമസിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ആ ഒരു വ്യക്തി ആ കമൻറ്റ് ബോക്സിൽ ഇതാണ് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇതേ കണക്ക് എന്ത് ചെയ്ത് ഞങ്ങൾ അനുവദിച്ചു, പക്ഷേ അതായത് തിങ്കളാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ഈ സംഭവം നടക്കുന്ന ശനിയാഴ്ച രാത്രിയാണ്, തിങ്കളാഴ്ച രാവിലെയൊക്കെ ആകുമ്പോൾ പോണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ അരുണിമ ആ സമയത്ത് തന്നെ ഒന്നും ഭയങ്കരമായിട്ട് എന്ത് ചെയ്ത് അപ്പം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവരുടെ അടുത്ത് അരുണിമയുടെ അടുത്ത് അപ്പം തന്നെ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു, തിങ്കളാഴ്ച രാവിലെ പോയാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ അതൊന്നും കേൾക്കാതാണ് അരുണിമ ബാഗൊക്കെ എടുത്തുകൊണ്ട് വെളിയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതും ജോർജിനെ കണ്ട് സംസാരിക്കുക പോലും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ജോർജിൻ്റെ വൈഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ രാത്രി നീ എവിടെ പോകും, ഇവിടെ തന്നെ നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും കേൾക്കാതാണ് അരുണിമ വീട് വിട്ട് ഇറങ്ങിയത് എന്ന് പറയുന്നുണ്ട്. ഇറങ്ങിയതിന് ശേഷമാണ് ഒരു വീഡിയോ എടുത്തതും ആ ഒരു വീടിൻ്റെ ഫോട്ടോയും വീഡിയോ എടുത്ത് പബ്ലിക്കലി വിടുന്നതും ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ജോർജ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതേ കണക്ക് പെൺകുട്ടി ഇതേ കണക്ക് പോയിട്ടുണ്ട്, അതിൻ്റെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഒരു വിഷമം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വിളിച്ച് പറഞ്ഞതെന്ന് പറയുന്നു. അതുപോലെ തന്നെ അരുണിമയ്ക്കെതിരെ ഒരു കേസും കൊടുത്തിട്ടുണ്ട്. അനുവാദമില്ലാതെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത്, അവർ താമസിക്കുന്ന വീടിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തത് ഒരു സെക്യൂരിറ്റി റീസൺ കൊണ്ട് അങ്ങനെ എടുത്തത് ശരിയായില്ല, അതുകൊണ്ട് തന്നെ അതിനെതിരെയും കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് എന്നാണ് ജോർജ് പറഞ്ഞിട്ടുള്ളത്. സോ എനിക്ക് പേഴ്സണലായിട്ട് അദ്ദേഹം പറഞ്ഞതിൽ കുറച്ചൊക്കെ എന്തൊക്കെയോ ശരിയായിട്ട് തന്നെ തോന്നിയിട്ടുള്ളത്. കാരണം ആ ഒരു വീഡിയോ കണ്ട സമയത്ത് പുള്ളിക്കാരി ഇതേ കണക്ക് ഫ്രണ്ട്സുമായിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ പോവുകയാണ് എന്ന് പറഞ്ഞ് മെട്രോയിൽ ചെന്ന് നിന്ന ഒരു പെൺകുട്ടിയാണ്. തിരിച്ച്
വീട്ടിൽ പിന്നെയും അവർ വരാത്തതുകൊണ്ട് തിരിച്ച് വീട്ടിൽ പോകുന്നു. അവിടെ ചെന്ന സമയത്ത് ഓക്കെ ഉറപ്പായിട്ടും ആ ഒരു കുടുംബത്തിന് ഒരു 2-3 ദിവസമൊക്കെ പറ്റും. അത് കഴിയുമ്പോഴത്തേന് ഓട്ടോമാറ്റിക്കലി പറയുമല്ലോ ഇനി ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞു. അതേ കണക്ക് പറഞ്ഞു തിങ്കളാഴ്ച ആകുമ്പോൾ പോകാനും പറഞ്ഞു. അത്രേ പറഞ്ഞോളൂ, അല്ലാതെ ഇപ്പം തന്നെ ഇറങ്ങണം എന്നുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അരുണിമ അപ്പം തന്നെ വാശിയിൽ ഇറങ്ങുകയും ഫോണെടുത്ത് വീഡിയോ എടുക്കുകയും ഭയങ്കര കരഞ്ഞുകൊണ്ട് തന്നെ ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു നാടകമാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് അദ്ദേഹം ആ ഒരു കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തി പറയുന്നു തൻ്റെ വൈഫുണ്ടെങ്കിൽ അരുണിമയൊക്കെ കൊണ്ടുവന്ന ഡ്രസ്സ് വരെ കഴുകി കൊടുത്തിട്ടുണ്ടായിരുന്നു, അത്ര സ്നേഹത്തോടാണ് നോക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അരുണിമ ഇതേ കണക്ക് ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത് ഭയങ്കരമായിട്ടുള്ളൊരു അപമാനമാണ് തനിക്ക് ഉണ്ടാക്കിയത്. താനുണ്ടെങ്കിൽ ഇത് ഉറങ്ങിക്കിടന്ന സമയത്താണ്, ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്താണ് ഈ പുള്ളിക്കാരി ഇറങ്ങിപ്പോയെന്ന് പറയുന്നുണ്ട്. തൻ്റെ വൈഫ് പറഞ്ഞു പോലെ മോളെ ഇപ്പോൾ രാത്രിയിൽ എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചപ്പോൾ അതിനൊന്നും മറുപടി പറയാതെ നിൽക്കാതെയാണ് വീട് വിട്ട് ഇറങ്ങിയതും ഇത് കണക്ക് വീഡിയോ എടുത്തതും വീടിൻ്റെയൊക്കെ ഫോട്ടോസും വീഡിയോസും വെളിയിൽ വിട്ടതെന്നും ഈ ജോർജ് പറയുന്നുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ ഒരു കാര്യം, നമുക്ക് ഒരു വീട്ടിൽ ഒരു വ്യക്തിയെ കുറച്ച് നാളൊക്കെ, അത് നമുക്കൊരു വീട്ടിൽ നിൽക്കുന്നതിന് കുറച്ച് ദിവസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു പരിധിയുണ്ട്. ഇപ്പോൾ ഒരു ഇടത്ത് ട്രാവൽ ചെയ്യാൻ പോവുകയാണെന്ന് പറയുമ്പോഴത്തേന് നമ്മൾ അതിൻ്റെ എല്ലാ പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് വേണം പോകാൻ. അല്ലാതെ ഇപ്പോൾ ആരെങ്കിലും കാണും അവരെ വീട്ടിൽ അങ്ങനെ നിൽക്കാം എന്നുള്ളൊരു കാര്യത്തിൽ അങ്ങനെ പോകാൻ നിൽക്കരുത്. കാരണം എല്ലാവരും അവരവരുടെ ജീവിതം അവരവരുടെ രീതിയിലാണ് കൊണ്ടുപോകുന്നത്. ചിലവർക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാണും, വെളിയിൽ കൂടെ നോക്കുമ്പോൾ കാണാൻ പറ്റില്ല. ഇപ്പം അമേരിക്കയിലൊക്കെ ജീവിക്കുന്നത് എക്സ്പെൻസും കാര്യങ്ങളും അല്ലാതെങ്കിൽ ഒരു എക്സ്പെൻസിൻ്റെ മാത്രം ഒരു സ്ട്രേഞ്ചർ വീട്ടിൽ നമുക്ക് എത്ര നാൾ താമസിക്കാൻ പറ്റും? 2-3 ദിവസം താമസിക്കാൻ അനുവദിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അവർ നല്ല രീതിയിൽ അത് എന്ന് പറയുക നല്ല രീതിയിൽ അവർ നിങ്ങളെ ടേക്ക് കെയർ ചെയ്തു എന്ന് തന്നെ പറയണം. അതിൽ കൂടുതൽ ദിവസം അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം. പക്ഷെ അതുപോലും ചെയ്യാതെ, അതും 2-3 ദിവസം താമസിച്ച ഒരു വീടാണ്, അവരെ ഫുള്ളായിട്ട് നാറ്റിക്കുന്ന രീതിയിലാണ് ആ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഞാൻ വീഡിയോ ഇട്ട സമയത്ത് അത് കണ്ട സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ഇതെന്താണ് ഇങ്ങനെ ചെയ്തതെന്ന് വരെ വിചാരിച്ചു. ഇവർക്കെതിരെ ഇവരെ സപ്പോർട്ട് ചെയ്താണ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, മറ്റവർക്കെതിരെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതും കൂടെ കേൾക്കുമ്പോൾ 2 സൈഡും കേൾക്കുമ്പോഴേ നമുക്ക് റിയലായിട്ടുള്ളൊരു കാര്യം മനസ്സിലാവും. ഇപ്പോൾ അരുണിമയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയത്. ഒരിക്കലും ഇതുപോലെ സഹായിച്ചവരെ ഒരിക്കലും ഇതേ കണക്ക് ഉപദ്രവിക്കാൻ പാടില്ല. ഇപ്പം നിങ്ങളടുത്ത് അന്ന് തന്നെ പോകാൻ പറഞ്ഞില്ല, 2 ദിവസം കഴിഞ്ഞിട്ടേ പോകാൻ പറഞ്ഞുള്ളൂ. പക്ഷേ അന്ന് തന്നെ ഇറങ്ങിയത് നിങ്ങളുടെ വാശിയാണ്. അതേ കണക്ക് വീഡിയോ എടുക്കുന്നു, ഇതേ കണക്ക് അവരുടെ മുഖം കാണിക്കുന്നു, അതുപോലെ തന്നെ വീട് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ അവർക്ക് സമൂഹത്തിലുണ്ടാകുന്ന ഒരു വിലയാണ് കളയുന്നത്. ഇത്രയും നല്ല രീതിയിൽ നിങ്ങളെ 3 ദിവസം നോക്കിയില്ലേ, അതിനെങ്കിലും ഒരു നന്ദി വേണമായിരുന്നു എന്നാണ് എനിക്ക് പേഴ്സണലായിട്ടുള്ളത് തോന്നിയ കാര്യം. ഇത് ക്രിട്ടിസൈസ് എന്ന് പറയാൻ പറ്റും, നിങ്ങൾ ചെയ്ത കാര്യത്തിനെ പറ്റി കുറ്റം പറയുന്നത് നമുക്ക് പറയേണ്ട കാര്യത്തിൽ പറഞ്ഞല്ലേ പറ്റൂ. അതിൽ ഒരിക്കലും നമുക്ക് മാറ്റി പറയാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ ചെയ്ത അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അടുത്ത പ്രാവശ്യമെങ്കിലും ഇതേ കണക്കൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങളെ സംരക്ഷിക്കുന്നവർ, നിങ്ങളെ സഹായിക്കുന്നവരെ ഇമോഷണലി അവരെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുക എന്നുള്ള കാര്യമാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ വീഡിയോസ് കാണുന്ന നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നല്ല ഭാഷയിൽ രേഖപ്പെടുത്തുക, മാന്യമായിട്ട് രീതിയിൽ രേഖപ്പെടുത്തുക. സോ നിങ്ങളുടെ ഒപ്പീനിയൻസ് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി നടക്കുന്ന കാര്യങ്ങളും ഇതൊക്കെ അറിയണമെങ്കിൽ, അപ്ഡേറ്റും കാര്യങ്ങളും അറിയണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തൊക്കെയാണ് നടക്കുന്നത് അതിനെക്കുറിച്ചുള്ള എൻ്റെ ഒപ്പീനിയൻ ഞാൻ ഈ ഒരു ചാനലിൽ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോസൊക്കെ നേരത്തെ കിട്ടാൻ വേണ്ടി നിങ്ങൾ നമ്മുടെ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്താൽ അപ്പം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഫസ്റ്റ് തന്നെ കാണാൻ സാധിക്കുന്നതായിരിക്കും നമ്മുടെ വീഡിയോസ്. ഓക്കെ, ബൈ.